ഡോക്ടർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ ഓർഡർ വന്നപ്പോൾ ഷോക്കായി പോയി എന്ന് അങ്ങ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ അവധിയുടെ കാര്യം ഉത്തരവിന്റെ ഭാഗമായി വരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ഇത് ഓർഡർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില്. ശരിക്കും ഞാൻ 2.5 ദിവസം ലീവ്, അതും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ 2.5 ദിവസം ലീവ് എടുത്തത്. അത് ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറിയോട് തന്നെ സൂചിപ്പിച്ചു. എൻ്റെ രോഗലക്ഷണങ്ങളെല്ലാം പറഞ്ഞു. തലേദിവസം മുതലേ എനിക്ക് പനിയൊക്കെ ഉണ്ട്. അത് ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോയത്. അപ്പൊ ആ ഡ്യൂട്ടിയിലേക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പനി കൂടുകയുണ്ടായി. പിറ്റേ ദിവസം ഉച്ചവരെയും ഞാൻ മാസ്ക് ഒക്കെ വെച്ച് തന്നെ ഡ്യൂട്ടി എടുത്തു. ഉച്ചയ്ക്ക് എനിക്ക് വയറിളക്കം കൂടി തുടങ്ങിയപ്പോൾ എനിക്ക് കോവിഡ് ആണോ എന്ന് ചെറിയൊരു സംശയം വരികയും അപ്പൊ തന്നെ ഞാനത് ആരോഗ്യവകുപ്പ് മിനിസ്റ്ററുടെ സെക്രട്ടറിയോട് തന്നെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് റെസ്റ്റ് എടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ റെസ്റ്റ് എടുക്കുന്നില്ല. ഇപ്പോ നിപ്പയും അതുപോലെ തന്നെ ഷിഗല്ലയും എല്ലാം ഉള്ള ഒരു സമയത്ത് ഞാനൊരു 2.5 ദിവസം എന്തായാലും എനിക്കൊന്ന് കിടക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 2.5 ദിവസം ലീവ് എടുക്കേണ്ടത് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ലീവ് എടുത്തതിന് ശേഷം അത് വാട്സപ്പായിട്ട് മിനിസ്റ്റർക്കും ACSനും അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇമെയിലായിട്ട് തന്നെ ഞാൻ അയച്ചു. ഞാൻ പകരം ഞാൻ പോകുന്ന അഭാവത്തിൽ വർക്കുകൾ സഫർ ചെയ്യാതിരിക്കാനായിട്ട് മുൻപ് കോഴിക്കോട് DMO ആയി ഉണ്ടായിരുന്ന ഡോക്ടർ രാജേന്ദ്രനെ ഞാൻ ചാർജ് 2 ദിവസത്തേക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന്. അപ്പോഴും ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നുവെങ്കിൽ പോലും ഇന്നലത്തെ നിപ്പയുടെ അവലോകന യോഗത്തിലെല്ലാം ജില്ലാ കളക്ടർ, കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ച അവലോകന യോഗത്തിലെല്ലാം ഞാൻ ഓൺലൈൻ പങ്കെടുത്തു. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. പത്രക്കുറിപ്പിനുള്ള കാര്യങ്ങൾ ഞാൻ തയ്യാറാക്കി. ശരിക്കും 4 മണി മുതൽ 8:30 മണി വരെയും ഞാൻ ഈ ഫയൽ നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് 1-2 പ്രാവശ്യം എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വന്ന സമയം മാത്രമാണ് ഞാൻ ആ ഈ ഫയൽ നോക്കുന്നതെന്ന് വ്യതിചലിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. അല്ല, ഇത്രയും ജോലി ചെയ്തിട്ട് ഇത്രയും പകരം ക്രമീകരണം ഏർപ്പെടുത്തുക, ലീവ് കൃത്യമായി ആ പദവിയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ലീവ് കൃത്യമായി അറിയിക്കുക, അത് മന്ത്രിക്ക് വാട്സപ്പ് ചെയ്യുക, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി, അതും ഒരു ഡോക്ടറാണ്, അദ്ദേഹവുമായി സംസാരിക്കുക, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക്, ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറി അക്കാര്യം അറിയിക്കുക, പകരം ചുമതല മറ്റൊരു ഡോക്ടർക്ക് കൈമാറുക, എന്നിട്ടും ഓൺലൈനായി യോഗങ്ങളിൽ പങ്കെടുക്കുക, ഫയൽ നോക്കുക. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ. ഇത് തന്നെ കൂടുതലാണ് ആരോഗ്യസ്ഥിതി മോശമായിരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് എന്തുകൊണ്ടാകും? ആ ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. രാഷ്ട്രീയമായി എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. ഞാൻ ശരിക്കും സത്യസന്ധവുമായി നീതിയുക്തമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നാളിതുവരെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈഡ് ലൈൻ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ട്രാൻസ്ഫേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അവ്യക്തമാണ്. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നായിരിക്കും ഇങ്ങനെ ഒരു ഉത്തരവ് തയ്യാറാക്കിയിട്ടുണ്ടാവും? ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ അറിയിച്ചതാണല്ലോ. സാധാരണ നിലയിൽ ഒരു മന്ത്രി ഓഫീസിൽ താങ്കളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന നിലയിൽ സർക്കാരിന്റെ എല്ലാ തരത്തിലും അറിയുന്നതാണ്. പക്ഷേ താഴെത്തട്ടിലെ ഒരു ഉദ്യോഗസ്ഥയാണ് എങ്കിൽ പോലും പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ അറിഞ്ഞും കണ്ടുമായിരിക്കുമല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ആര് ഉത്തരവ് തയ്യാറാക്കിയതാണ്? ഞാൻ എൻ്റെ ഓർഡർ സൈൻ ചെയ്തിരിക്കുന്നത് അണ്ടർ സെക്രട്ടറിയാണ്. ആ ഉദ്യോഗസ്ഥയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ ആ ഉദ്യോഗസ്ഥർക്ക് ഞാൻ ചോദിച്ചു, എൻ്റെ 15 ദിവസത്തെ ലീവ് മാഡം കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോ എന്നോട് പറഞ്ഞത് എനിക്ക് മുകളിൽ നിന്ന് നോട്ട് കിട്ടിയെന്നാണ്. അതാരാണെന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയതാണ് എന്ന് വ്യക്തമാണ്. മുകളിൽ നിന്ന് നോട്ട് കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഉത്തരവാണ്. അപ്പൊ ആ കാരണം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിനുശേഷം മന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ സാറിനെ വിളിച്ചില്ല. ഇപ്പോൾ പകരം ചുമതല ഡോക്ടർ മീനാക്ഷിക്കാണ് നൽകിയിരിക്കുന്നത്. അങ്ങേ എറണാകുളം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ ഡയറക്ടറായാണ് നിയമിച്ചത്. അതൊരു തരംതാഴ്ത്തലല്ലേ? തരംതാഴ്ത്തലല്ലേ? അങ്ങനെയല്ലേ? അത് ശരിക്കും പറയുകയാണെങ്കിൽ DHSന്റെ സ്കെയിലിലേക്ക് ഉയർത്തി ആ പോസ്റ്റിനെ ആദ്യം ഓർഡർ ഇട്ടതിന് ശേഷമാണെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമില്ലാതെ ഞാൻ അത് സ്വീകരിക്കുമായിരുന്നു. അത് ആദ്യമേ തന്നെ അത് ശരിക്കും പറയണേ 30 വർഷത്തിനേറെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് എന്നോടൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് DHSന്റെ പദവി കൊടുക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ പോസ്റ്റ് ആദ്യമേ തന്നെ ഉയർത്തിയൊരു ഒരു ഡോക്യുമെന്റ് ആക്കി ഓർഡർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വെല്ലിങ്ങിനസ് എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് DHSന്റെ കസേരയിൽ തന്നെ ഇരിക്കണം നിർബന്ധ ബുദ്ധിയുള്ള ഒരാളല്ല. ഇപ്പോൾ അങ്ങ് എത്ര കാലമായി DHSന്റെ പദവിയിൽ? 3 വർഷമായി എന്ന് തോന്നുന്നു. ഞാൻ 3 വർഷവും 4 മാസവുമായി. സാധാരണ നിലയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കീഴ്വഴക്കം? ഇപ്പോൾ ഡയറക്ടർ പദവിയിൽ ഇരുന്നാൽ
അങ്ങനെ സർക്കാരിന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മാറ്റത്തിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ, പുതിയ സർക്കാർ വന്ന സാഹചര്യമുണ്ട്, അങ്ങനെ മാറ്റുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു, ഏത് നിലയിലായിരുന്നു ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? അത് വ്യക്തമായി എന്നോടൊരു അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അതിന് എതിർപ്പ് പറയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്നെ മാറ്റണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ദയവായി എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എവിടെയും പോകാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഓപ്പണായിട്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ മണ്ഡല മകരവിളക്ക് കാലത്തും അല്ലാതെ മാസപൂജാ വേളകളിലും ശബരിമലയിൽ ഡോക്ടർമാരുടെ സേവനം നൽകുന്നതിന് പരിമിതികളുണ്ട്. വേണ്ട തരത്തിലുള്ള ക്രമീകരണം അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ ഏർപ്പെടുത്തണം. അത് അങ്ങയുടെ കത്തായിരുന്നു. ആ കത്തും ഈ മാറ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ആ കത്ത് വന്നതിന്റെ പുറകിലൊരു ഇതുണ്ട്. അതായത് ഈ വർഷം വരാൻ പോകുന്ന മണ്ഡല മകരവിളക്ക് ഇതിനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ചേർത്തിട്ട് ദേവസ്വം കമ്മീഷണർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്തത് സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ വിപിൻ ഗോപാലും ഡോക്ടർ റീത്തയുമാണ്. അവിടെ മീറ്റിംഗിൽ അവർ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നേരിട്ടൊരു ലെറ്ററും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചർച്ചകൾ ചെയ്ത് തീരുമാനമാക്കാം എന്നുള്ളത് അവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു നോട്ട് തരികയും അതനുസരിച്ച് നമ്മളുടെ ഇവിടെയുള്ള DHSലുള്ള എല്ലാ ഡോക്ടർമാരും ചേർന്ന് മീറ്റിംഗ് കൂടി മിനിറ്റ്സ് തയ്യാറാക്കി അതിന്റെ അഭിപ്രായ പ്രകാരം ദേവസ്വം കമ്മീഷണർക്ക് ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്തത്. അതിലൊരിക്കൽ പോലും ഡോക്ടർമാരെ കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഡിവോട്ടീസ് ആയിട്ടുള്ള ഡിവോട്ടീസിൽ അസുഖം ബാധിച്ച ആൾക്കാർക്ക് നല്ല സേവനം കൊടുക്കാനും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് നമ്മളുടെ ആശുപത്രികൾ വരുമ്പോൾ അവിടെയും നല്ല സേവനം കൊടുക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ചിന്തയാകാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇതും ദീർഘകാലമായി നടക്കുന്ന ഒരു ക്രമീകരണമായിരുന്നല്ലോ ഡോക്ടർ. ഇപ്പോൾ ദീർഘകാലമായി തന്നെ പതിവ്, ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിലും ദേവസ്വം വകുപ്പ് അവിടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. സർക്കാരിന്റെ മറ്റെല്ലാ വകുപ്പുകളും, ആരോഗ്യവകുപ്പും പൊതുമരാമത്ത് വകുപ്പും എല്ലാം ചേർന്നാണല്ലോ ആ വലിയ ഉത്സവകാലം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ കാലാകാലങ്ങളുള്ള ഒരു പതിവല്ലേ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഡോക്ടർമാരെയും ജീവനക്കാരെയും ഒക്കെ വിട്ടു നൽകുക എന്നത്? അതിലൊരു മാറ്റം വേണമെന്നത് ഏത് നിലയിൽ വന്നൊരു? ഇല്ല, ഒരിക്കലും മാറ്റം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയുക മാത്രമാണ് ചെയ്തത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് രണ്ടു കൂട്ടരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് പുതിയൊരു ക്രമീകരണം അവിടെ ഉണ്ടായാൽ നന്നായി എന്നത് മാത്രമാണ് അഭിപ്രായം. ഡോക്ടർമാരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയില്ല. ഡിവോട്ടീസ് ആയിട്ട് വരുന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നം എന്റെയും കൂടി പ്രശ്നമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വഴിവെച്ചു എന്ന് കരുതേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് അക്കാര്യം ചോദിച്ചത്. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കത്ത്, ആ വിഷയം അങ്ങയുടെ മാറ്റത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടോ? അങ്ങനെ കരുതേണ്ടതുണ്ടോ? അതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ലെറ്റർ കൊടുത്തത് ഇപ്പോഴല്ലല്ലോ, 20/5 ഞാൻ കൊടുത്തത്. ഇപ്പോൾ ഈ കത്തിന്റെ അവസാന ഭാഗത്ത് ഇതേക്കുറിച്ച് ഒരു കൃത്യമായി തന്നെ 2 പേജുള്ള കത്താണ്. 20/5 5-ാം മാസം കൊടുത്ത കത്താണ്. ഈ കത്ത് ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിലും മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് കരുതണോ? എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കുട്ടി. എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ല. ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സേവനം നടത്തുന്നതിനും സഹായകരമാകുന്നതാണ് ഈ പുതിയ ക്രമീകരണം എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. ശബരിമലയിൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനായി ദേവസ്വം വകുപ്പ് മുൻകൈയെടുത്ത് പ്രത്യേകം ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്താണ് ഈ കത്ത്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ദേവസ്വം സ്വന്തം നിലയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അഭിപ്രായപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇതിനായി അഭിപ്രായപ്പെടുന്നു എന്ന് തന്നെയാണ് ആ കത്ത് അവസാനിക്കുന്നത്. ഈ വിഷയം ഒരുപക്ഷെ മാറ്റത്തിന് വഴിവെച്ചു എന്ന് കരുതേണ്ടതുണ്ടോ എന്നത് ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം വലിയ വാർത്തയെ വലിയ ചർച്ചയായി വന്നതാണ്. അതുകൊണ്ടാണ്. അത് ശരിക്കും പറയണമെങ്കിൽ എന്റെ ട്രാൻസ്ഫറിന് തൊട്ടുമുമ്പ് വന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നത് ഞാൻ കൊടുത്തത് കഴിഞ്ഞ മാസമാണല്ലോ. ഏകദേശം ഒരു മാസം, ഒരു 10 ദിവസം, ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്.
അത് കൊടുത്ത സമയത്ത് തന്നെ എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു സാഹചര്യമുള്ളത് ഇപ്പോൾ കെ മുരളീധരൻ തന്നെയാണ് രണ്ട് വകുപ്പുകളുടെയും മന്ത്രി. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയും അദ്ദേഹമാണ്, ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയും അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. സാറ് തന്നെ ദേവസ്വം മിനിസ്റ്ററും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ് സാർ, കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട് സാർ എന്നാണ് ആദ്യം പറഞ്ഞ വീട്. ഇക്കാര്യവും സൂചിപ്പിച്ചിരുന്നു അദ്ദേഹവുമായി. ഞാൻ അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ലല്ലോ. പക്ഷെ സാറിന് ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് വകുപ്പും സാറ് തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ സന്തോഷിക്കുന്ന ആള് ഞാനാണെന്നാണ് ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇപ്പോൾ താങ്കളുടെ മാറ്റത്തിന് തൊട്ട് മുൻപാണ് ഈ കത്തിലെ വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ താങ്കളെ മാറ്റാൻ തീരുമാനിച്ച് കത്തിലെ വിവരങ്ങൾ പുറത്തു വിട്ടു, അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കുണ്ടോ? അല്ല, അങ്ങനെ ആരോപണം ഉണ്ടോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് പറയാ? അത് എന്താണ് ഇത്ര വൈകിട്ട് അത് പുറത്തു വിട്ടേ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഏതായാലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണം വേണം, ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും ഉൾക്കൊള്ളാൻ പുതിയ ക്രമീകരണം വേണം എന്നതാണ് കത്തിലെ അഭിപ്രായമായി വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യക്തമായി ഞാൻ പറയാം, അത് എന്റെ സ്വന്തം അഭിപ്രായമല്ല. സീനിയേഴ്സായ ഡോക്ടേഴ്സ് ഒരുമിച്ചെടുത്ത ഒരു മിനിറ്റ്സിന്റെ ഇത് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത്. അതിന് പ്രത്യേകമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ശബരിമലയിൽ ഈ ഉത്സവ സീസണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മീറ്റിങ്ങുകൾ ചേരാറുണ്ടല്ലോ, അത്തരം പദവി യോഗത്തിലാണോ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്? അതൊരു കൂട്ടായ തീരുമാനമായി താങ്കൾ അറിയിക്കുക മാത്രമായിരുന്നു? അങ്ങനെ ഒരു മീറ്റിംഗിൽ നടത്തിയ അഭിപ്രായങ്ങള് അന്ന് നമ്മളുടെ വകുപ്പിനെ പ്രതിനിധീകരിച്ച് പോയ രണ്ട് ഓഫീസർമാര് വന്ന് പറയുകയും ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മളുടെ ഇവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കമ്മീഷണർക്ക് ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന് കത്ത് തയ്യാറാക്കാൻ എല്ലാ ഡോക്ടേഴ്സിനോടും കൂടി ആലോചിച്ച് ഒരു മിനിറ്റ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ആ തീരുമാനം കത്തായി വന്നത്. അത് അഡീഷണൽ അത് ശരിക്ക് സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ ഡോക്ടർ വിപിൻ ഗോപാൽ കണ്ട് അപ്രൂവ് ചെയ്ത് അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ റീത്ത കണ്ട് അപ്രൂവ് ചെയ്താണ് എൻ്റെ അടുത്ത് വന്നത്. വ്യക്തമാണ്. ആദ്യം യോഗം ചേർന്നു, ഒരു കാര്യമാണ്, ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. ആദ്യം യോഗം ചേർന്നു, വിഷയം ചർച്ചയ്ക്ക് വന്നു. എല്ലാ ഡോക്ടർമാരും അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട മറ്റുദ്യോഗസ്ഥരും ഒക്കെ കണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി നൽകിയ കത്താണ്. വകുപ്പിന്റെ ഒരു അഭിപ്രായം എന്ന നിലയിൽ നൽകിയ കത്താണ് എന്താണ് ഡോക്ടർ വിശദീകരിക്കുന്നത്. നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചതിന്. പെട്ടെന്നുണ്ടായ മാറ്റമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 15 ദിവസത്തെ ലീവിന് അപേക്ഷിച്ചിട്ടില്ല എന്നത് ഡോക്ടർ KJ റീന വ്യക്തമാക്കുന്നുണ്ട്. ഈ ഉത്തരവിൽ 15 ദിവസത്തെ ലീവിൻ്റെ കാര്യം ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നിലയിൽ, ഏത് സാഹചര്യത്തിലാണ് ഡേറ്റസിനെ മാറ്റിയത് എന്ന കാര്യത്തിൽ ഇനി കുറെ കൂടി വ്യക്തതയും അക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു.